നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. VDS ഗവൺമെൻറ് 2026 സ്വപ്ന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ സ്വപ്ന ബജറ്റിൽ കാര്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്ലാനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പുതിയ പദ്ധതികൾക്ക് ഊന്നൽ നൽകി നിലവിലുള്ളവയ്ക്ക് പുതുജീവൻ പകർന്ന് UDF സർക്കാർ കേരളത്തിൻ്റെ ഭാവിരേഖ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വപ്നങ്ങളിലൂടെ യഥാർത്ഥബോധം വിടാതെയുള്ള പുതു കേരളം സാധ്യമാക്കാനാണ് ഈ സ്വപ്ന ബജറ്റിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാനം മിഷൻ സമുദ്ര എന്ന സ്വപ്ന പദ്ധതിയാണ്. മിഷൻ സമുദ്ര വിപ്ലവം ലക്ഷ്യം 600 കിലോമീറ്റർ തീരദേശം, 2 രാജ്യാന്തര തുറമുഖങ്ങൾ, കണ്ടെയ്നർ ട്രാൻസ്മിറ്റ് ടെർമിനൽ ആയ വിഴിഞ്ഞം, 17 നോൺ മേജർ തുറമുഖങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെ 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു മറൈറ്റൈം വൻശക്തിയാക്കുക എന്നുള്ളതാണ് ഈ മിഷൻ സമുദ്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. വകയിരുത്തിയിരിക്കുന്ന തുക കുറവാണ്, വെറും 400 കോടി രൂപയാണ്. എങ്കിലും ലോകത്തിലെ പ്രമുഖ തുറമുഖങ്ങളായ സിംഗപ്പൂർ, അതേപോലെ തന്നെ ദുബായ്, ഇതേപോലെ ന്യൂയോർക്ക്, ഇതേപോലെ പോർട്ട് സിറ്റികളായിക്കൊണ്ട് വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് ഈ മിഷൻ സമുദ്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രീൻഫീൽഡ് പോർട്ട് സിറ്റി വിഭാവനം ചെയ്യുന്നത് ഒരുപാട് ടൂറിസത്തിനും, ഇൻറ്റേർണൽ ടൂറിസത്തിനും, എക്സ്റ്റേണൽ ടൂറിസത്തിനും, ക്രൂയിസ് ടൂറിസത്തിനുമൊക്കെ നടപ്പിലാകും. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ ചരക്ക് ഗതാഗതം തീരദേശത്തിൽ കൂടെ വേഗത്തിലാകുകയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചരക്ക് ഗതാഗതം നടക്കുകയും ചെയ്യും. കേരളത്തിൽ തന്നെ പുതിയൊരു കേരള മറൈറ്റൈം പോളിസി ഉണ്ടാക്കുമെന്ന് പറയുന്നു. വിഴിഞ്ഞം, കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനം, 13 നോൺ മേജർ തുറമുഖങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മറൈറ്റൈം പോളിസിയിൽ നടപ്പാക്കുമെന്ന് പറയുന്നു. അതുപോലെ കണക്ടിവിറ്റി, വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ പാത നടപ്പാക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നടപ്പാക്കും. ഇങ്ങനെ വിവിധതരമായ വികസന പദ്ധതികളിലൂടെ യുവജനങ്ങൾക്ക് ജോലി കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു സമൂലമായ വികസന മാറ്റം വരുത്തുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് VDS കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രൊഫഷണലായിട്ടും ലളിതമായിട്ടും നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റുമായി ധാരാളം പുതിയ പദ്ധതികൾ കൊണ്ടുവരും. നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെൻറ്ററുകൾ, ഡ്രൈ പോർട്ട്, ഈ പ്രദേശങ്ങളിൽ ഇതിനൊക്കെ തീരദേശവാസികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തൊഴിൽ ലഭ്യത ഉയർത്തും. ഈ തീരദേശ പദ്ധതി വഴി, സമുദ്ര പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ തീരപ്രദേശത്തെ സാധാരണക്കാർക്ക് സംവരണം കൊടുക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും കാരണമാവും. അതോടൊപ്പം വിഴിഞ്ഞം പോർട്ടിന് ചുറ്റുമായിട്ട് ഗ്രീൻ ഫീൽഡ് പോർട്ട് സിറ്റി വിഭാവനം ചെയ്യുന്നു. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഗ്രീൻഫീൽഡ് സിറ്റി വിഭാവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തെ മദർഷിപ്പ് നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കുമുള്ള പുതിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം വിഴിഞ്ഞത്ത് തുടങ്ങും. ഹരിത വിപ്ലവം, വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ബങ്കറിംഗ് ഹരിത ഇന്ധന സേവന തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റുമായി പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. സ്വപ്നത്തിന് വേണം മിഷൻ മോഡ് സർക്കാരിൻ്റേത് വലിയ സ്വപ്നമാണ്. ഇതിന് ദീർഘസമയം വേണ്ടിവരും. ഇപ്പോഴുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. എത്ര ലക്ഷം കോടി രൂപയുണ്ടെങ്കിലും ഈ മിഷൻ സമുദ്രയ്ക്ക് ധാരാളം പണം ആവശ്യമുള്ളതാണ്. എങ്കിൽ കൂടെയും ഒരു തുടക്കമെന്ന നിലയിൽ 400 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. അത് പിന്നീട് പ്രൈവറ്റ്, അതേപോലെ തന്നെ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ധാരാളം പണം കണ്ടെത്തുകയും ഈ മിഷൻ സക്സസ് ആകുകയും ചെയ്യും. ഒരുപാട് മുന്നൊരുക്കം വേണം. മിഷൻ മോഡിൽ കാര്യങ്ങൾ നടക്കണം. കൊച്ചിക്കുള്ള തുറമുഖ ആവാസ വ്യവസ്ഥിതി വിഴിഞ്ഞത്തിനില്ല. ആദ്യം അതുണ്ടാകണം. കാർഗോ ഉൽപ്പാദനവും നടക്കണം. അതിന് വ്യവസായ ക്ലസ്റ്ററുകൾ വരണം. പൊതു
സ്വകാര്യ പങ്കാളിത്തവും സ്വകാര്യ നിക്ഷേപവും വഴിയാണ് പദ്ധതി നടപ്പിലാക്കാനാവുക. അതേപോലെ തുറമുഖത്തിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ എത്രമാത്രം കേരളത്തിന് ലഭിക്കണമെന്നുള്ള പ്രശ്നവുമുണ്ട്. ഇതെല്ലാം ആഴം കൂട്ടൽ വേണ്ട കണ്ടെയ്നറിൻ്റെ പരിഷ്കരിച്ചുകൊണ്ട് മിഷൻ സമുദ്ര വഴി പ്രാദേശിക വ്യവസായങ്ങളെ നേരിട്ട് ആഗോള വ്യാപാരവുമായി ബന്ധിപ്പിക്കാനാവും. കേരളത്തിൻ്റെ ആഭ്യന്തര ചരക്ക് നിരക്കത്തിൽ 60% റോഡിലൂടെയാണ്. അതിന് മാറ്റമുണ്ടാവും. എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഉൾനാടൻ ജലഗതാഗതത്തിൽ കൂടെ ചരക്ക് നീക്കങ്ങളും ടൂറിസവും വികസിപ്പിക്കാം. ഉൾനാടൻ ജലഗതാഗതം വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ്. ലോകത്തിലെ തന്നെ വലിയ വലിയ രാജ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെനീസിലൊക്കെ ഉൾനാടൻ ജലഗതാഗതത്തിലൂടെ എത്രമാത്രം സമ്പത്താണ് ടൂറിസത്തിലൂടെ നേടുന്നത്. ടൂറിസത്തെ ഒരു വ്യവസായമായി പരിഗണിച്ചത് വളരെ നല്ല കാര്യമാണ്. നോൺ മേജർ തുറമുഖങ്ങളുടെ ആഴക്കുറവ് വലിയ കപ്പലുകൾക്കും കേരളത്തിലെ സങ്കീർണ ഭൂപ്രകൃതി വലിയ കണ്ടെയ്നറുകൾക്കും യോജിച്ചതല്ല. ഇതിന് ചെറിയ സൈസ് കണ്ടെയ്നറുകളിലൂടെ അതിന് പരിഹാരം കാണാം. ഇതിനുള്ള പരിഹാരമാണ് ഗ്രീൻ സ്മോൾ കണ്ടെയ്നർ. സാധാരണ കണ്ടെയ്നറിൻ്റെ 1/3 വലിപ്പമേ ഉള്ളൂ. ചെറിയ ട്രക്കുകളിലും പിക്കപ്പ് വാഹനങ്ങളിലും എല്ലാം ഇവ നീക്കാനാകും. ചെറിയ തുറമുഖങ്ങളിൽ എത്തിച്ച് മൊബൈൽ ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് ലോഡ് ചെയ്യാം. ബാർജുകളിൽ കയറ്റി ആഴക്കടലിൽ കപ്പലുകൾക്ക് സമയവും എത്തിക്കാം. വലിയ കപ്പലെത്തിക്കാൻ നോൺ മേജർ തുറമുഖങ്ങളിൽ വൻതുക മുടക്കിയുള്ള ആഴം കൂട്ടലിനു പകരം ഈ മാർഗം ഉപയോഗപ്പെടുത്താം. പുതുക്കിയ ബജറ്റാണ് VDS ഗവൺമെൻറ് അവതരിപ്പിച്ചത്. പുതിയ കേരളം, പുതിയ ബജറ്റ്, അതാണ്. സ്വകാര്യ നിക്ഷേപമാണ് വളർച്ചയ്ക്കുള്ള ഒറ്റമൂല്യം എന്നാണ് ബജറ്റിൽ പറയുന്നത്. കേരളത്തെ പുതുക്കി പണിയാനാണ് ശ്രമിക്കുന്നതെന്നുള്ള പ്രഖ്യാപനവുമായാണ് VDS ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിച്ചത്. സ്വകാര്യ നിക്ഷേപമാണ് മുഖ്യമന്ത്രി കണ്ടെത്തിയിരിക്കുന്ന ഒറ്റമൂലി. സ്വകാര്യ നിക്ഷേപകരോട് അനുകൂല നിലപാടാണ് കോൺഗ്രസും UDFും നേരത്തെയും എടുത്തു വന്നിരുന്നത്. LDF ഉയർത്തിയിരുന്ന എതിർപ്പ് മൂലം ചിലപ്പോഴെങ്കിലും UDFന് സ്വകാര്യ നിക്ഷേപത്തിനെതിരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പൊതുനിക്ഷേപം ഒരു KSRTC പോലും മര്യാദയ്ക്ക് കൊണ്ടു നടക്കാനോ തൊഴിലാളി യൂണിയനുകളുടെ അതിപ്രസരവും പണിയെടുക്കാതെയുള്ള യൂണിയൻ കളിയും മൂലം എല്ലാ പൊതു സ്ഥാപനങ്ങളും നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി കൊടുക്കുന്നതിനോ വെറും പൊതുജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനോ ഒന്നും കഴിയാതെ വെറും ഒരു കൂട്ടം ആളുകളുടെ വളർച്ച മുരടിക്കുന്ന യൂണിയനുകളുടെ അതിപ്രസരങ്ങളും അതുപോലെ തന്നെ ജോലി ചെയ്യാതെ ശമ്പളം ധാരാളം മേടിച്ചു കൂട്ടുന്നതായ ഒരു പരിപാടി അവസാനിപ്പിക്കാനാണ് ഇപ്പം ഗവൺമെൻറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയിലെ ധാതുമണൽ ഖനനമടക്കമുള്ള സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഒരു 25 ഇയേഴ്സ് എഹഡ്, 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്വപ്ന ബജറ്റാണ് VDS അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന് ഈ ധാതുമണൽ ഖനനത്തിൽ ഇടപെടൽ നടത്തുവാനും അതിലെ സാധ്യതകൾ സ്റ്റേറ്റിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാനും കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അദാനിക്ക് പിണറായി സർക്കാർ വരുന്ന പ്രതിരോധം പല സ്ഥലത്തും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പഴയ ഗവൺമെൻറ്റിൻ്റെ കേരയിൽ പദ്ധതി നമുക്കറിയാം. അതേപോലെ K4 എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അതേപോലെ ഗവൺമെൻറ് തലത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നഷ്ടത്തിലും കെടുകാര്യസ്ഥിതിയിലും ആണ് അവസാനിക്കുന്നത്. ഒന്നും പൂർത്തിയാകുന്നില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള സതീശൻ ശൈലി ലളിതവും പ്രൊഫഷണലായിട്ട് നടത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു മാറ്റം വരുത്തണം. അതിൻ്റെ തുടക്കമാണ് ഈ ബജറ്റ്. ഈ ബജറ്റ് കണ്ട് പ്രതിപക്ഷം അമർന്നിരിക്കുകയാണ്. 1 രൂപ പോലും ടാക്സ് കൂട്ടാതെ, നികുതി കൂട്ടാതെ എത്രമാത്രം കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നുള്ളത് കണ്ടു. കൊള്ളയടിക്കുക, ഉദ്യോഗസ്ഥന്മാരും ഉന്നത പാർട്ടി ആൾക്കാരും കൂടെ നിന്ന് രാജ്യത്തെ കൊള്ളയടിച്ച് കടത്തിൽ മുക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. 5.25 ലക്ഷം കോടിയാണ് കടം. ഇങ്ങനെയുള്ള കടമൊന്നും മേടിച്ചു കൂട്ടി ഒരു സംസ്ഥാനത്തിന് വികസിക്കാൻ പറ്റുകയില്ല ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവി കേരളത്തിനായിട്ടുള്ള ഒരു നിക്ഷേപമായിട്ടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പിടിച്ച സാധാരണ ജനങ്ങളെ
ഒരു രക്ഷയായിട്ട് ഇൻഷുറൻസ് ഗ്യാരണ്ടി 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം. ഗതാഗത മേഖലയ്ക്ക് 1578.83 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ. പൊതുഗതാഗതവും വ്യോമയാനവും വികസിപ്പിക്കും. സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ് കൊടുത്തു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി പരിഷ്കാരം നടത്തി. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിച്ചു. സഹകരണ മേഖലയിൽ ഗ്യാരണ്ടി സ്കീം പരിഷ്കരിക്കുമെന്ന് പറയുന്നു. പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കും. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കി. ഈ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ എന്ന വാഗ്ദാനം നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇത് വളരെയധികം ഗുണപ്രദമായൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ ആസൂത്രണവും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുമായി 10 കോടി രൂപ വകയിരുത്തി. ചികിത്സയ്ക്കായി ജനങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജ് കൊണ്ടുവരാനും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും സ്ഥാപിക്കും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ ക്ഷാമവും അടിസ്ഥാന സൗകര്യമില്ലായ്മയും പരിഹരിക്കും. അതേപോലെ തന്നെ മൊബൈൽ ലാബുകൾ ഗ്രാമീണ മേഖലയ്ക്കായി 2 കോടി വീതം ചെലവിൽ 10 മൊബൈൽ ലാബുകൾ. അത് അത്യാഹിത ട്രോമ കെയർ ചികിത്സ. ഇങ്ങനെ ബഹുവിധമായിട്ടുള്ള എല്ലാ തരത്തിലുമായി ഉള്ള ഒരു സ്വപ്ന ബജറ്റ് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, നോളജ് വാലിയും തുടങ്ങും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഒരു പുതിയ സംരംഭമാണ്. പുതിയ തൊഴിൽ പ്രവണത നിരീക്ഷിച്ച് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവറിന് സാധിക്കും. മുൻനിര ദേശീയ രാജ്യാന്തര സർവകലാശാലകളെ സംസ്ഥാനത്തെത്തിക്കാൻ കേരള നോളജ് വാലിയും പ്രഖ്യാപിച്ചു. 100 കോടി രൂപയാണ് നോളജ് വാലിക്ക് നീക്കിവെച്ചത്. പഠന ഗവേഷണ സംരംഭക മേഖലകളെ കോർത്തിണക്കി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങൾ വരുത്തും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണപരമായ വ്യത്യസ്ത പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പഠനം, ഗവേഷണം, സംരംഭങ്ങൾ എന്നിവ കോർത്തിണക്കിയാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ യുവജനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ കുടിയേറുന്നത് നിർത്തിക്കൊണ്ട് ഇവിടെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനവും ജോലി സാധ്യതയും നടപ്പാക്കലാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവറും നോളജ് വാലിയും തുടങ്ങുന്നത്. കായിക പ്രതിഭകളെ കണ്ടെത്തി മലപ്പുറത്ത് ഫുട്ബോൾ കോർട്ട് ഓൾറെഡി നടത്തുമെന്ന് പറയുന്നു. IT പ്രോത്സാഹനം പുതിയ തലമുറയ്ക്ക് സാങ്കേതികവിദ്യകൾക്ക് നൽകും. അധ്യാപക ഗുണനിലവാരത്തിനും മുൻഗണന നൽകും. ഇങ്ങനെ നാനാവിധമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സപ്ലൈകോ ഫെർട്ടികോർപ്പ് സഹകരണം ഉറപ്പാക്കും. ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് നെല്ല് സംഭരണ വിലയൊക്കെ കൃത്യമായി നൽകും. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു. പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. ജോലികളുടെ നിർവഹണം കാര്യക്ഷമമാക്കാൻ പുതിയ ചട്ടക്കൂട് കൊണ്ടുവരും. 5952 കോടി രൂപയാണ് വകുപ്പിന് വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ റോഡുകളും ബൈപ്പാസുകളും ജംഗ്ഷനുകളും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനും ആധുനീകരിക്കാനും റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടം ഘട്ടമായി BM&BC നിലവാരത്തിലേക്ക് ഉയർത്തും. നിർമ്മിത ബുദ്ധി സഹായത്തോടെ റോഡുകളുടെ പരിശോധനാ സംവിധാനം നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ ഏകജാലക കൊണ്ടുവരും എന്നും പറയുന്നു. ബജറ്റിൽ ആശ്വാസമായി സ്വകാര്യ ബസ്സുകൾക്ക് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകൾക്കും നികുതി പകുതിയാക്കി. ഭാരം അടിസ്ഥാനമാക്കി ട്രക്കുകൾക്കുള്ള നികുതി നിരക്ക് കുറച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി ഉയർത്തി. 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 5% നിന്ന് 3%. 15-20 ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 8% നിന്ന് 5%. ഭിന്നശേഷിക്കാരുടെ 15 ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് നികുതി ഇളവ് കൊടുത്തു. ഗതാഗത നിയമലംഘനങ്ങൾക്ക് കുടിശ്ശികയായ പിഴത്തുക പകുതിയാക്കി. ഇങ്ങനെ ആശ്വാസം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതേപോലെ കേരളത്തെ പോർട്ട് സിറ്റിയാക്കാൻ മിഷൻ സമുദ്ര നടപ്പിലാക്കും. തൊഴിൽക്ഷമത കൂട്ടാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ നടത്തും. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള. അശരണർക്കായി വൺ കേരള കരുതൽ മിഷൻ. സംരംഭരെ ആകർഷിക്കാൻ ഭൂപരിഷ്കരണം 2.0. ഇങ്ങനെ ധാരാളം പദ്ധതികളും പ്രഖ്യാപനങ്ങളും VDS ഗവൺമെൻറ് നടത്തിയിരിക്കുന്നു.
നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.